ഹലോ എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൾജിബ്രായിക് സിസ്റ്റംസ് എന്താണ് എന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഒരു ഒരു സെറ്റ് അതിനകത്തൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു ആൾജിബ്രായിക് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബൈനറി ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ആ സെറ്റിലെ രണ്ട് എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന എലമെന്റ് ആ സെറ്റിൽ തന്നെ വേണം. അതാണ് ബൈനറി ഓപ്പറേഷൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോബ്ലം പറഞ്ഞിരുന്നു. അതായത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിനകത്ത് നമ്മളൊരു പുതിയ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാം. എം സ്റ്റാർ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എം പ്ലസ് എൻ പ്ലസ് കെ. ഓക്കെ, അപ്പോൾ വെറും എം പ്ലസ് എൻ അല്ല, കൂടെ നമ്മളൊരു കോൺസ്റ്റന്റ് കൂടി ആഡ് ചെയ്യും. അപ്പോൾ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ എം സ്റ്റാർ എൻ എന്ന് വെച്ചാൽ എം പ്ലസ് എൻ പ്ലസ് കെ എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ ഓപ്പറേഷൻ വെച്ചിട്ട് ഇപ്പോൾ 1 സ്റ്റാർ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പ്ലസ് 2 പ്ലസ് കെ ആണ്. അതായത് 3 പ്ലസ് കെ എന്ന് എഴുതേണ്ടി വരും. ഇതാണ് ഓപ്പറേഷൻ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ക്ലോസ്ഡ് ആണോ എന്നുള്ളതാണ്. സ്റ്റാർ ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർ ബൈനറി ഓപ്പറേഷൻ ആണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ എം സ്റ്റാറിന് എന്താണെന്ന് നോക്കാം. എം സ്റ്റാറിന് എടുക്കുമ്പോൾ വീണ്ടും നമുക്ക് ഇതൊരു ഇൻഡിജർ പ്ലസ് ഇൻഡിജർ അനദർ ഇൻഡിജർ. കെ എന്ന് പറയുന്നത് ഇൻഡിജർ ആണ്, കോൺസ്റ്റന്റ് ഇൻഡിജർ ആണ്. അപ്പോൾ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വീണ്ടും ഒരു ഇൻഡിജർ തന്നെയാണ്. അപ്പോൾ എം സ്റ്റാർ എന്ന് പറയുന്നത് എന്നിലെ തന്നെ എലമെന്റ് ആണ്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനിയിപ്പോൾ അത് അസോസിയേറ്റീവ് ആണോ എന്നുള്ളതാണ്. അസോസിയേറ്റീവ് ആണെന്ന് നോക്കാൻ നമുക്ക് 3 എലമെന്റ്സ് എടുക്കാം. എം സ്റ്റാർ എൻ സ്റ്റാർ പി. അപ്പോൾ എൻ സ്റ്റാർ പി ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ സ്റ്റാർ പിയുടെ ഡെഫിനിഷൻ എൻ പ്ലസ് പി പ്ലസ് കെ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എം സ്റ്റാർ ആഡ് ചെയ്യുക. അപ്പോൾ എം സ്റ്റാർ പിന്നെ ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എം പ്ലസ് ദിസ് എലമെന്റ് പ്ലസ് കെ, അങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ എം പ്ലസ് പിന്നെ ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്ന എലമെന്റ് പ്ലസ് കെ എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടും എം പ്ലസ് എൻ പ്ലസ് പി പ്ലസ് 2k എന്ന് കിട്ടും. ഇതുപോലെ തന്നെ തിരിച്ച് കണ്ടുപിടിക്കാം. എം സ്റ്റാർ എൻ സ്റ്റാർ പി. അപ്പോൾ എം സ്റ്റാർ എൻ എന്ന് വെച്ചാൽ എം പ്ലസ് എൻ പ്ലസ് കെ സ്റ്റാർ പി ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യാം. എം പ്ലസ് എൻ പ്ലസ് കെ പ്ലസ് പി പ്ലസ് കെ എന്ന് കിട്ടും. വീണ്ടും സം ചെയ്യുമ്പോൾ എം പ്ലസ് എൻ പ്ലസ് പി പ്ലസ് 2k എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ട് സെയിം ആണ്. അപ്പോൾ എം സ്റ്റാർ എൻ സ്റ്റാർ പി ഇസ് ഈക്വൽ ടു എം സ്റ്റാർ എൻ സ്റ്റാർ പി എന്ന് കിട്ടും. സ്റ്റാർ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്, ഇത് അസോസിയേറ്റീവ് ആണ്. അടുത്ത ഇതിനകത്ത് ഒരു ഐഡന്റിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അതായത് എം സ്റ്റാർ സംതിങ് എടുക്കുമ്പോൾ നമുക്ക് എം തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഐഡന്റിറ്റി കണ്ടീഷൻ ഇതാണ്. ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുക, സ്റ്റാർ ഇ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എം സ്റ്റാർ എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടണം? എം തന്നെ കിട്ടണം. അപ്പോഴാണ് നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എം സ്റ്റാർ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ എം പ്ലസ് ഇ പ്ലസ് കെ ആണ്. അപ്പോൾ എം പ്ലസ് ഇ പ്ലസ് കെ എടുക്കുമ്പോൾ എന്ത് കിട്ടണം? എം കിട്ടണം. അപ്പോൾ എം ക്യാൻസൽ ആയി പോകും. ആൻഡ് യു വിൽ ഗെറ്റ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് കെ എന്ന് കിട്ടും. പക്ഷേ ഈ മൈനസ് കെയുടെ പ്രശ്നം, കെ നമ്മളൊരു ഒരു എന്നിലെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിരിക്കും. അപ്പോൾ മൈനസ് കെ എന്ന് പറഞ്ഞാൽ എന്നിലുള്ള എലമെന്റ് അല്ല, ഇത് നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ അത് എന്നിലില്ല. എന്നെന്ന് വെച്ചാൽ എന്നെന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സേ ഉള്ളൂ. 1 2 3 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് കെ എന്ന് പറയുന്ന നമ്പർ ഇതിനകത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഐഡന്റിറ്റി ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് ഇല്ല. ഈ ഓപ്പറേഷനകത്ത്, അതായത് എൻ സ്റ്റാർ എന്ന് പറയുന്ന ആൾജിബ്രായിക് സിസ്റ്റത്തിന് ഇതിനെക്കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറയാം, എൻ സ്റ്റാർ. അപ്പോൾ ഇതിനകത്ത് ക്ലോഷർ ആണ്, ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണ്, അസോസിയേറ്റീവ് ആണ്. പക്ഷേ ഇതിനകത്ത് ഐഡന്റിറ്റി ഇല്ല എന്ന് പറയുന്നത്. ഐഡന്റിറ്റി ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻവേഴ്സും ഉണ്ടാവില്ല. ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവേഴ്സിന് ഡെഫിനേഷൻ പ്രസക്തി ഉള്ളൂ. അപ്പോൾ ഐഡന്റിറ്റി ഇല്ലാത്തതാകുമ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടാവില്ല, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയാം. ഓക്കെ, സിൻസ് ദ ഐഡന്റിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇൻവേഴ്സ് ഓൾസോ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഞാൻ കഴിഞ്ഞ ഹോംവർക്ക് ആയിട്ട് പറഞ്ഞതാണ്. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയും. ഓൾറൈറ്റ്, ഇനി അടുത്ത നമ്മുടെ ടോപ്പിക് ഇതാണ്. എന്താണ് ഹോമോമോർഫിസം ആൻഡ് ഐസോമോർഫിസം എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ എക്സ് ഡോട്ട് എന്ന് പറയുന്നത് ഒരു ആൾജിബ്രായിക് സിസ്റ്റമാണ്. എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റും അതിനകത്തൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറൊരു ആൾജിബ്രായിക് സിസ്റ്റമാണ് വൈ സ്റ്റാർ. വൈ എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിനകത്ത് ഓപ്പറേഷൻ സ്റ്റാർ ആണ്. ഓക്കെ, രണ്ട് ബൈനറി ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജനറലി നമ്മൾ എന്നറി ഓപ്പറേഷൻ എന്നാണ് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ ബൈനറി ഓപ്പറേഷൻ എടുക്കുക. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. എക്സിൽ നിന്ന് വൈയിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, എഫ് ഫ്രം എക്സ് ടു വൈ. അതൊരു ഹോമോമോർഫിസം ആണെന്ന് പറയണമെങ്കിൽ, അപ്പോൾ എപ്പോഴും ഹോമോമോർഫിസം എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ഒരു ആൾജിബ്രായിക് സിസ്റ്റത്തിൽ നിന്നും വേറൊരു ആൾജിബ്രായിക് സിസ്റ്റത്തിലേക്കുള്ള ഒരു ഫംഗ്ഷൻ, അത് ഹോമോമോർഫിസം ആണെന്ന് പറയണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്. ഇതിനകത്തുള്ള ഈ എക്സിലുള്ള ഏതെങ്കിലും രണ്ട് എലമെന്റ് എടുക്കുക, x1 x2. ഓക്കെ, അപ്പോൾ ഈ x1 x2 എക്സിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അവിടുത്തെ ഓപ്പറേഷൻ ഡോട്ട് ആണ്. അപ്പോൾ x1 ഡോട്ട് x2 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സിലെ ഒരു എലമെന്റ് ആയിരിക്കും, x1 ഡോട്ട് x2. ഓക്കെ, അതിൻ്റെ ഇമേജ് എഫ് ഓഫ് x1 ഡോട്ട് x2 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x1 സ്റ്റാർ എഫ് ഓഫ് x2 എന്ന് കിട്ടണം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫിക്കലി വരച്ച് കഴിഞ്ഞാൽ ഇതാണ് എക്സ് എന്ന് വിചാരിക്കുക, ഇതാണ് വൈ എന്ന് വിചാരിക്കുക. ഇതാണ് എക്സ്, ഇവിടുത്തെ ഓപ്പറേഷൻ ഡോട്ടാണ്, ഇത് വൈ, ഇവിടുത്തെ ഓപ്പറേഷൻ സ്റ്റാർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് എലമെന്റ് എടുക്കുന്നു, ഒന്ന് x1 ആണ്, അടുത്തത് x2 ആണ്. അപ്പോൾ x1 ഡോട്ട് x2 എന്ന് പറയുന്ന വേറെ ഒരു എലമെന്റ് ഇവിടെ ഉണ്ടാവും, x1 ഡോട്ട് x2, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന എലമെന്റ് x1. അപ്പോൾ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, എഫ് എന്ന് പറയുന്നത് എക്സിലും വൈയിലേക്ക് ഡിഫൈൻ ചെയ്തു. x1 മാപ്പ് ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് x1ലേക്കാണ്, x2 മാപ്പ് ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് x2ലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് x1 എഫ് ഓഫ് x2 രണ്ടും വൈയിലെ എലമെന്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു എഫ് ഓഫ് x1 സ്റ്റാർ എഫ് ഓഫ് x2 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഈ x1ന്റെ ഇമേജ് ആയ എഫ് ഓഫ് x1ഉം x2ന്റെ ഇമേജ് ആയ എഫ് ഓഫ് x2ഉം തമ്മിൽ ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ വെച്ചിട്ട് പുതിയൊരു എലമെന്റ് ഉണ്ടായിട്ടുണ്ട്, എഫ് ഓഫ് x1 സ്റ്റാർ എഫ് ഓഫ് x2. അപ്പോൾ ഈ എലമെന്റിലേക്കായിരിക്കും ഈ x1 ഡോട്ട് x2 മാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ എഫ് എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ x1ന്റെ x2ന്റെയും ഓപ്പറേറ്റ് ചെയ്യുന്ന കിട്ടുന്ന x1 ഡോട്ട് x2ന്റെ ഇമേജ് ആയിരിക്കും എഫ് ഓഫ് x1 ഡോട്ട് എഫ് ഓഫ് x1 സ്റ്റാർ എഫ് ഓഫ് x2 ിലേക്കായിരിക്കും x1 ഡോട്ട് x2 മാപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ളതിന് അപ്പോൾ നമ്മളതിന് ഹോമോമോർഫിസം ആണ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ ഹോമോമോർഫിസത്തിനെ എപ്പിമോർഫിസം എന്ന് പറയും, ഓൺ ടു. ഓക്കെ, അപ്പോൾ ഓൺ ടു എന്ന് പറയുന്നത്, ഓൺ ടു എന്ന് വെച്ചാൽ ഈ സെറ്റിൽ നിന്നും ഈ സെറ്റിലേക്കുള്ള ഓൺ ടു മാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഇമേജിലേക്ക് എല്ലാം മാപ്പ് ചെയ്യപ്പെടും. ഇപ്പോൾ ഇവിടെ 3 എലമെന്റ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 എലമെന്റ് ആണുള്ളത്. സെക്കൻഡ്, ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇവിടെ 2 എലമെന്റ് ഉണ്ട്, ഇവിടെ 3 എലമെന്റ് ഉണ്ട്, 4 എലമെന്റ്, ഇവിടെ 3 എലമെന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഈ എല്ലാ എലമെന്റിലേക്കും മാപ്പിംഗ് വന്നിട്ടുണ്ടാവണം. ഇതാണ് ഓൺ ടു മാപ്പിംഗ്. അപ്പോൾ ഇതൊരു ഹോമോമോർഫിസം കൂടിയാണെന്ന് വിചാരിക്കാം. ഇതൊരു ഹോമോമോർഫിസം ആണ്, അതേസമയം ഇങ്ങനെ ഒരു ഓൺ ടു മാപ്പിംഗ് ആണെങ്കിൽ അതിനെ എപ്പിമോർഫിസം എന്ന് വിളിക്കും. പിന്നെ മോണോമോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-1 കേസുകളാണ് മോണോമോർഫിസം ആവുക. അപ്പോൾ എല്ലാത്തിലേക്കും മാപ്പിംഗ് പോകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഇവിടെ 4 എലമെന്റ് ഉണ്ടാവാം, പക്ഷെ അവിടെ ചില എലമെന്റുകൾ മിച്ചം കിടക്കും. പക്ഷേ ഇത് 1-1 മാപ്പിംഗ് ആണ്. ഒരു എലമെന്റ് ഒരെണ്ണത്തിലേക്ക് മാത്രമേ മാപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മോണോമോർഫിസം എന്ന് വിളിക്കുന്നത്, മോണോമോർഫിസം. ഐസോമോർഫിസം എന്ന് വെച്ചാൽ ഇവിടെ എത്ര എലമെന്റ് ഉണ്ടോ അത്ര എലമെന്റിൽ നിന്നും അത്ര എലമെന്റിലേക്ക് മാത്രം മാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 1-1 ഓൺ ടു. ഇവിടെ 2 എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം, 2 എലമെന്റിലേക്ക് മാത്രം കറക്റ്റ് ഇങ്ങനെ മാപ്പ് ചെയ്യുന്നുണ്ടാവും. ഒരു എലമെന്റ് ഇവിടെ മിച്ചം ഉണ്ടാവില്ല, ഒരു എലമെന്റിലേക്ക് മാത്രമായിരിക്കും മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 1-1 ഓൺ ടു. ഇതിനാണ് നമ്മൾ ഐസോമോർഫിസം എന്ന് വിളിക്കുക. അപ്പോൾ 2 ആൾജിബ്രായിക് സിസ്റ്റം ഐസോമോർഫിസം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രക്ചറലി സെയിം ആണെന്ന് തന്നെ അർത്ഥം. അതിൻ്റെ ഇവിടുത്തെ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇമേജ് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഹോമോമോർഫിസം എന്ന് വിളിക്കുക. ആ ഫംഗ്ഷൻ 1-1 ഓൺ ടു കൂടെ ആകുമ്പോഴാണ് അത് ഐസോമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ 2 ആൾജിബ്രായിക് സിസ്റ്റം ഐസോമോർഫിസം എന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ ഉണ്ടാവും. എലമെന്റുകൾ സെയിം ആയിക്കൊള്ളുന്ന നിർബന്ധമില്ല, പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഐസോമോർഫിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അടുത്തത് ഒരു കോമ്പോസിഷൻ മാപ്പിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ഇതൊരു നമ്മുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു തിയറമാണ്. ദിസ് വൺ ഈസ് എ തിയറം. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആണെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഹോമോമോർഫിസം ഇതൊരു ജനറൽ കേസാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ളത് എപ്പിമോർഫിസം ഏത് വേണമെങ്കിലും ആവാം, എപ്പിമോർഫിസമോ മോണോമോർഫിസോ ഐസോമോർഫിസോ. അപ്പോൾ തൽക്കാലം ഞാൻ ഹോമോമോർഫിസിൻ്റെ കേസ് മാത്രമാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഹോമോമോർഫിസം ആണെന്ന് വിചാരിക്കാം. എഫ് ഫ്രം എസ് ടു ടി ഈസ് എ ഹോമോമോർഫിസം ഫ്രം എസ് സ്റ്റാർ. അപ്പോൾ ഇതൊരു സിസ്റ്റമാണ്, ആൾജിബ്രായിക് സിസ്റ്റമാണ്. അപ്പോൾ ഇതിനകത്തൊരു ബൈനറി ഓപ്പറേഷൻ വേണം, അതാണ് എസ് സ്റ്റാർ എന്ന് പറയാം. പിന്നെ ടി ഡെൽറ്റ, ടിക്കകത്ത് ബൈനറി ഓപ്പറേഷൻ ആണ് ഡെൽറ്റ എന്ന് പറയാം. അപ്പോൾ എസ് സ്റ്റാറിൽ നിന്നും ടി ഡെൽറ്റയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ, ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് ജി എന്ന് പറയുന്ന വേറൊരു ഹോമോമോർഫിസം ആണ്. അത് ടിയിൽ നിന്നും പിയിലേക്കുള്ള ഒരു ഹോമോമോർഫിസം. ഓക്കെ, അപ്പോൾ ടി ഡെൽറ്റയാണ്, ടിക്കകത്തുള്ള ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെൽറ്റയാണ്. പി എന്ന് പറയുന്ന വേറൊരു സെറ്റാണ്, അവിടെ നമ്മൾ ഡെൽ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആക്ച്വലി നമുക്ക് 3 ആൾജിബ്രായിക് സിസ്റ്റംസ് ആവുള്ളത്, എസ് സ്റ്റാർ, ടി ഡെൽറ്റ, പി ഡെൽ.
എസിൽ നിന്ന് ടിയിലേക്കുള്ള ഹോമോമോർഫിസമാണ് എഫ്, ടിയിൽ നിന്ന് പിയിലേക്കുള്ള ഹോമോമോർഫിസമാണ് ജി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോമ്പോസിഷൻ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ജി കോമ്പോസിഷൻ എഫ്. അത് തീർച്ചയായിട്ടും എസിൽ നിന്നും പിയിലേക്കായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞ ഇതാണ്, എസിൽ നിന്നും ടിയിലേക്ക് ഒരെണ്ണമുണ്ട്, ടിയിൽ നിന്നും പിയിലേക്ക് ഒരെണ്ണമുണ്ട്. എസിൽ നിന്ന് ടിയിലേക്കുള്ള ഫംഗ്ഷൻ എഫ് ആണ്, ടിയിൽ നിന്നും പിയിലേക്കുള്ള ഫംഗ്ഷൻ ജി ആണ്. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എഫിൽ നിന്നും പിയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആയിരിക്കും. ജി കോമ്പോസിഷൻ എഫ് ഈസ് എ മാപ്പ് ഫ്രം എസ് ടു പി ആയിരിക്കും. അപ്പോൾ ഈ ജി കോമ്പോസിഷൻ എഫും ഒരു ഹോമോമോർഫിസം ആണ് എന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ബാക്കി നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല, അതൊരു ഹോമോമോർഫിസം ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 എലമെന്റ് എടുക്കുക. റൈറ്റ്, ജി കോമ്പോസിഷൻ എഫ് ഓഫ് ഒരു S1 സ്റ്റാർ S2 എടുക്കുക. ഓക്കെ, കാരണം എസിലെ എലമെന്റ് ഉള്ളു, അപ്പോൾ എസിലെ 2 എലമെന്റ് എടുക്കുന്നു, S1 സ്റ്റാർ S2 എടുക്കുക. അത് എടുക്കുമ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് S1 ഡെൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് S2 എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് എന്ന് പറയുന്ന ഹോമോമോർഫിസം ആണെന്നറിയാം. അപ്പോൾ എഫ് ഓഫ് S1 സ്റ്റാർ S2 നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് S1, അപ്പോൾ ടിയിലേക്ക് വന്നു അല്ലേ, എഫ് ഓഫ് S1 ഇവിടെ നിന്നുള്ള S1 സ്റ്റാർ S2 മാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇമേജ് എടുക്കുമ്പോൾ ഇപ്പോൾ ടിയിലെത്തി, അപ്പോൾ ടിയിലെ ഓപ്പറേഷൻ വെച്ചിട്ടാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ എഫ് ഓഫ് S1 ഡെൽറ്റ എഫ് ഓഫ് S2 എന്ന് പറയാം. അപ്പോൾ എഫ് ഹോമോമോർഫിസം ആയതുകൊണ്ട് എഫ് ഓഫ് S1 സ്റ്റാർ S2 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് S1 ഡെൽറ്റ എഫ് ഓഫ് S2 എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ജിയുടെയും പറയാം. ജി എന്ന് പറയുന്നത് ടിയിൽ നിന്ന് പിയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ജിയുടെ എന്ത് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജി, ഓക്കെ, അത് നമുക്ക് നോക്കാം ജിയുടെ എന്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ജി കോമ്പോസിഷൻ എഫ് ഓഫ് S1 സ്റ്റാർ S2. അപ്പോൾ ഡെഫിനേഷൻ അനുസരിച്ച് കോമ്പോസിഷൻ മാപ്പിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചതാണ്, ജി ഓഫ് എഫ് ഓഫ് S1 സ്റ്റാർ S2 എന്നാണ്. എഫിൻ്റെ പ്രോപ്പർട്ടി ഓൾറെഡി നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എഫ് ഓഫ് S1 സ്റ്റാർ S2 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് S1 ഡെൽറ്റ എഫ് ഓഫ് S2 ആണ്. ഓക്കെ, എഫ് ഓഫ് S1 ഡെൽറ്റ എഫ് ഓഫ് S2 ആണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇതിനകത്തേക്ക് വീണ്ടും നമ്മൾ ജിയുടെ ഓപ്പറേഷൻ നടത്തുക. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് S1 സ്റ്റാർ എഫ് ഓഫ് S2 എന്ന് പറയുന്ന ഈ എലമെന്റ് ഡെൽറ്റ എഫ് ഓഫ് S2 എന്ന് പറയുന്നത് ടിയിലെ എലമെന്റ് ആയിരിക്കും. അപ്പോൾ ടിയിൽ നിന്നാണ് ജി എങ്ങോട്ട് മാപ്പ് ചെയ്യുക, പിയിലേക്ക് മാപ്പ് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് S1 എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് ആൻ എലമെന്റ് ഓഫ്, ഇതൊരു ഫിഗർ വരയ്ക്കുന്നതായിരിക്കും മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പം. സി, നമുക്ക് 3 എണ്ണമാണുള്ളത്. ഇവിടെ ഒരു S1 ആൻഡ് S2, ഇതാണ് S സ്റ്റാർ, ഇവിടുത്തെ ഓപ്പറേഷൻ സ്റ്റാർ ആണ്. ഓക്കെ, അപ്പോൾ S1 ഇവിടെ എത്തിയപ്പോൾ ഇത് എഫ് ഓഫ് S1 ആയി, ഇത് ഇവിടെ എത്തിയപ്പോൾ എഫ് ഓഫ് S2 ആയി. ഓക്കെ, ഇതാണ് നമ്മുടെ ടി എന്ന് പറയാം, ഇതാണ് ടി, ഇവിടുത്തെ ഓപ്പറേഷൻ ഡെൽറ്റയാണ്. ഓക്കെ, ഇനി ഈ എഫ് ഓഫ് S1 എന്ന് പറയുന്നത്, എഫ് ഓഫ് S1 എന്നുള്ളത് ഇങ്ങോട്ട് മാപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എലമെന്റ് കിട്ടും, അതായിരിക്കും ജി ഓഫ് എഫ് ഓഫ് S1. ഇത് ഇങ്ങോട്ട് മാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ജി ഓഫ് എഫ് ഓഫ് S2. ഇതെന്ന് പറയുന്നത് പി ആണ്, ഇവിടുത്തെ ഓപ്പറേഷൻ ഡെൽറ്റയാണ്. ഓക്കെ, അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് S1, സി ഇവിടെ ഇങ്ങോട്ടുള്ള മാപ്പിംഗ് ആണ് ജി എന്ന് പറയുന്നത്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് S1 ഡെൽറ്റ എഫ് ഓഫ് S2 എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് S1 ഡെൽ, ഇവിടുത്തെ ഓപ്പറേഷൻ ഡെൽ ആണ്, ഡെൽ ജി ഓഫ് എഫ് ഓഫ് S2 എന്ന് പറയാം, ഡെൽ ജി ഓഫ് എഫ് ഓഫ് S2. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് പറയാം. നമുക്ക് തിരിച്ചെഴുതിയാൽ വിച്ച് ഇസ് ഈക്വൽ ടു, വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതാം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ജി കോമ്പോസിഷൻ എഫ് ഓഫ് S1 ഡെൽറ്റ ജി കോമ്പോസിഷൻ എഫ് ഓഫ് S2 എന്നായി. അപ്പോൾ ഇതിപ്പോൾ എന്താ, ജി കോമ്പോസിഷൻ എഫ് ഓഫ് S1 ഡെൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് S2. അപ്പോൾ അത് ഹോമോമോർഫിസം ഡെഫിനിഷൻ ആയിട്ട് മാറി. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്തായി, ഓപ്പറേഷൻ പ്രിസർവ് ചെയ്തു, അതുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഒരു ഹോമോമോർഫിസം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് രണ്ടും 1-1 ഹോമോമോർഫിസം ആണെങ്കിൽ തീർച്ചയായിട്ടും കോമ്പോസിഷനും 1-1 ആയിരിക്കും. 2 1-2 ആണെങ്കിൽ ഹോമോമോർഫിസം കോമ്പോസിഷനും 1-2 ആയിരിക്കും. 2 ബൈജക്റ്റീവ് ആണെങ്കിൽ കോമ്പോസിഷൻ ബൈജക്റ്റീവ് ആയിരിക്കും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കിയൊക്കെ ഇത് മൂന്നും പ്രൂവ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഐഡിയ ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത ഒരു ഡെഫിനേഷൻ ഇതാണ്. ഇപ്പോൾ നമ്മൾ ജനറലി ഒരു ഓൾജിബ്രായിക് സിസ്റ്റം എന്താണെന്നും ആ ഓൾജിബ്രായിക് സിസ്റ്റത്തിൽ ഡിഫൈൻ ചെയ്യുന്ന ഹോമോമോർഫിസം അല്ലെങ്കിൽ ഐസോമോർഫിസം എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഓൾജിബ്രായിക് സിസ്റ്റത്തിന് അപ്പോൾ 2 കണ്ടീഷൻ മതി.
ഒരു സെറ്റും വേണം, അതിനകത്ത് ഒരു ഓപ്പറേഷനും വേണം, ഒരു ബൈനറി ഓപ്പറേഷൻ വേണം എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഓക്കെ, ഈ ബൈനറി ഓപ്പറേഷൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബൈനറി ഓപ്പറേഷൻ കുറേ പ്രോപ്പർട്ടീസ് ആവാം, അസോസിയേറ്റീവ് ആവാം, കമ്മ്യൂട്ടേറ്റീവ് ആവാം, ഐഡന്റിറ്റി വരാം, ഇൻവേഴ്സ് വരാം, ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രോപ്പർട്ടീസും കൂടെ അഡീഷണൽ ആയിട്ട് ഈ സ്റ്റാറിന് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഓരോ പേരിട്ടാണ് വിളിക്കുക. അങ്ങനെയുള്ള ചില സ്റ്റാൻഡേർഡ് സിസ്റ്റംസിനെ കുറിച്ചിട്ടാണ് നമ്മളോട് പറയാം. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് സെമി ഗ്രൂപ്പ് എന്ന് പറയാം. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് വൺ ആണ് സെമി ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഒരു ഓൾജിബ്രായിക് സിസ്റ്റം നമ്മൾ എടുത്തു. എസ് ഡോട്ട് എസ് എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിനകത്ത് ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തു. അത് സെമി ഗ്രൂപ്പ് ആണെന്ന് പറയണമെങ്കിൽ ഈ സ്റ്റാറിന് അഡീഷണൽ ആയിട്ട് ഒരു പ്രോപ്പർട്ടിയും കൂടെ വേണം. അത് അസോസിയേറ്റീവും കൂടി ആവണം. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? അസോസിയേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തതാണ്. അതായത് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ഓക്കെ, അപ്പോൾ ഒരു ഓൾജിബ്രായിക് സിസ്റ്റം സെമി ഗ്രൂപ്പ് ആകണമെങ്കിൽ ഓക്കെ അതിനകത്ത് അഡീഷണൽ ഈ ബൈനറി ഓപ്പറേഷന് എന്തുകൂടി വേണം? അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും കൂടി വേണം. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സെമി ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഇനി ഇതിനകത്ത് തന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നു വിചാരിക്കും. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും കൂടി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ചെയ്താണ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇതേ ബൈനറി ഓപ്പറേഷൻ തന്നെ ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് സെമി ഗ്രൂപ്പ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അബീലിയൻ സെമി ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി സെമി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. കമ്മ്യൂട്ടേറ്റീവ് സെമി ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഈ കണ്ടീഷനോട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് സെമി ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് സെമി ഗ്രൂപ്പിന്റെ ഐഡിയ. ഓക്കെ, അടുത്ത് ഇനിയിപ്പോൾ മോണോയിഡ് ആണ്. എന്താണ് മോണോയിഡ് എന്ന് പറയാം? ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അസോസിയേറ്റീവ് മാത്രമാണെങ്കിൽ ഓൾജിബ്രായിക് സിസ്റ്റം വിത്ത് എ ബൈനറി ഓപ്പറേഷൻ വിത്ത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ് സെമി ഗ്രൂപ്പ്. മോണോയിഡിന് വരുമ്പം ഒരു ഐഡന്റിറ്റി എലമെന്റും കൂടി വരണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ സെമി ഗ്രൂപ്പ് എടുക്കുക. സെമി ഗ്രൂപ്പിനകത്തേക്ക് ഒരു ഐഡന്റിറ്റി എലമെന്റ് കൂടെ വേണം. അപ്പോൾ 3 പ്രോപ്പർട്ടി ആയി. ഒരു ബൈനറി ഓപ്പറേഷൻ വേണം, അസോസിയേറ്റിവിറ്റി വേണം, ഐഡന്റിറ്റി എലമെന്റ് വേണം. ഇത് 3 ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും മോണോയിഡ് ആണ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ മോണോയിഡിനെ ജനറലി നമ്മൾ വിളിക്കുന്നത് ഇ എന്ന് പറയുന്ന ഒരു എലമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ജനറലി പറയാം. അപ്പോൾ ഒരു മോണോയിഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു സെറ്റ് ഉണ്ടാവും, ഒരു ബൈനറി ഓപ്പറേഷൻ ഉണ്ടാവും, കോമ ഒരു ഇയും കൂടി പറയാം. കാരണം ഐഡന്റിറ്റി എന്തായാലും ഉണ്ടെങ്കിൽ അത് മോണോയിഡ് ആവും. അപ്പോൾ ജനറലി നമ്മൾ മോണോയിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എം കോമ ഡോട്ട് കോമ ഇ എന്ന് വിളിക്കും. ഇ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഐഡന്റിറ്റി എന്ന് പറയാം. ഇനി ഇതേ മോണോയിഡിനകത്ത് ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും കൂടി വന്നാൽ, അപ്പോൾ എല്ലാ മോണോയിഡും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ നിർബന്ധമില്ല. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ അതിനെ വിളിക്കും അബീലിയൻ മോണോയിഡ് എന്ന് വിളിക്കും. അബീലിയൻ മോണോയിഡ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ഡെഫിനേഷനും കൃത്യമായിട്ട് ഓർത്തിരിക്കണം, സെമി ഗ്രൂപ്പ് ആൻഡ് മോണോയിഡ്. ഇനി നമുക്ക് ഒരു സ്ട്രക്ചറും കൂടി പഠിക്കാനുണ്ട്, അതാണ് ഗ്രൂപ്പ്. 3 സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുക, 4 സ്ട്രക്ചറാണ് പഠിക്കുക. ആൾജിബ്രായിക് സിസ്റ്റം എന്താണ്, സെമി ഗ്രൂപ്പ് എന്താണ്, മോണോയിഡ് എന്താണ്, ആൻഡ് ഗ്രൂപ്പ് എന്താണ്. ഗ്രൂപ്പ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പഠിക്കുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഇപ്പോൾ ഡെഫിനേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. അടുത്തായിട്ട് ഈ സെമി ഗ്രൂപ്പിനും മോണോയിഡിനൊക്കെ നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. ഇസഡ് പ്ലസ് എടുക്കുക എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 1, 2, 3, 4 ഇതാണ് സംഭവം. ഇതിനകത്തേക്ക് നമ്മൾ അഡീഷൻ ഡിഫൈൻ ചെയ്യാം. ഇതൊരു സെമി ഗ്രൂപ്പ് ആയിരിക്കും. കാരണം ഇത് ക്ലോസ്ഡ് ആണ്. 2 പോസിറ്റീവ് ഇൻറ്റിജർ ആഡ് ചെയ്താൽ നോർമൽ അഡീഷൻ ആണല്ലോ നമ്മൾ പറയാം, റൈറ്റ്? അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് ബൈനറി ഓപ്പറേഷൻ ആണ്. കാരണം എ പ്ലസ് ബി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇസഡ് പ്ലസ് ലെവൽ എലമെന്റ് ആയിരിക്കും. ഫസ്റ്റ് പ്രോപ്പർട്ടി അതാണ്. സെക്കൻഡ് പ്രോപ്പർട്ടി ഇത് സെമി ഗ്രൂപ്പ് ആണെന്ന് പറയാം. ഇത് അസോസിയേറ്റീവ് ആയിരിക്കും. കാരണം നമുക്കറിയാം 2 പോസിറ്റീവ് ഇൻറ്റിജർ എ പ്ലസ് ബി പ്ലസ് സി എടുത്താൽ എ പ്ലസ് ബി പ്ലസ് സി എടുത്താലും അല്ലെ, നമ്പറുകൾ നമ്മൾ എങ്ങനെ കൂട്ടിയെന്നും പ്രശ്നമില്ല. അവസാനത്തെ ആദ്യം കൂട്ടിയാലും അവസാനത്തെ 2 കൂട്ടിയിട്ട് ആദ്യത്തെ ആയിട്ട് കൂട്ടിയാലും ആദ്യത്തെ 2 കൂട്ടിയിട്ട് അവസാനത്തെ ആയിട്ട് കൂട്ടിയാലും സെയിം ആയിരിക്കും. ശരിയാണല്ലോ. അപ്പോൾ ഇതൊരു സെമി ഗ്രൂപ്പാണ്, പ്രശ്നമൊന്നുമില്ല. യൂഷ്വൽ ബൈനറി ഓപ്പറേഷൻ അഡീഷൻ. പക്ഷേ ഇത് മോണോയിഡ് അല്ല. കാരണം ഇവിടെ ഐഡന്റിറ്റി ഇല്ല. ഏതെങ്കിലും ഒരു എലമെന്റിനോട് കൂടി നമ്മളൊരു ഐഡന്റിറ്റി കൂട്ടിയാൽ നമുക്ക് അതേ എലമെന്റ് കിട്ടുമോ? ഇല്ല. ഇവിടുത്തെ ഐഡന്റിറ്റി സാധ്യതയുള്ള 0 ആണ്, പക്ഷെ ഇതിനകത്ത് 0 ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തല്ല, അപ്പോൾ ഇത് മോണോയിഡ് അല്ല. ഇറ്റ്സ് നോട്ട് എ മോണോയിഡ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എ സെമി ഗ്രൂപ്പ്, നോട്ട് എ മോണോയിഡ് സിൻസ് ദർ ഈസ് നോ അഡിറ്റീവ് ഐഡന്റിറ്റി. ഐഡന്റിറ്റി 0 ആണ്, അത് ഇവിടെ ഇല്ല. കമ്മ്യൂട്ടേറ്റീവ് സെമി ഗ്രൂപ്പ് ആണ്. കാരണം അല്ലെ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. നമ്മൾ ഏത് നമ്പർ എ പ്ലസ് ബി കൂട്ടിയാലും ബി പ്ലസ് എ കൂട്ടിയാലും 2 സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് സെമി ഗ്രൂപ്പ് ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് മോണോയിഡ് അല്ല. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ ഇതാണ്.
അപ്പോൾ ഏത് സെറ്റ് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു മോണോയിഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് അത് മോണോയിഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് അത് ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് നോക്കണം, രണ്ടാമത്തേത് അസോസിയേറ്റീവ് ആണോ എന്ന് നോക്കണം, മൂന്നാമത്തെ ഐഡന്റിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അത് എന്താണെന്ന് പറയാം. ഇപ്പോൾ n ഈക്വൽ ടു 0, 1, 2, 3 എടുക്കാമെന്ന് വിചാരിക്കാം. 0യും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കാം. എന്നിട്ട് n+ എടുത്തു. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇത് എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇത് ഫസ്റ്റ് വൺ. ഇവിടെ നമുക്ക് 3 എണ്ണം പറയാം. ഇത് ഏത് 2 നമ്പർ നമ്മൾ എടുക്കുകയാണ്, സം m + n ബിലോങ്സ് ടു n ആയിരിക്കില്ലേ. ഇതിനകത്തുള്ള ഏത് 2 നമ്പർ കൂട്ടിയാലും ബിലോങ്സ് ടു n വരും. അപ്പോൾ അത് ബൈനറി ഓപ്പറേഷൻ ആണ്. ഫസ്റ്റ് കണ്ടീഷൻ അതാണ്. സെക്കൻഡ് വൺ, ഏത് നമ്പർ a + b + c കൂട്ടിയാലും അതുപോലെ a + b + c കൂട്ടിയാലും സെയിം ആയിരിക്കും, അസോസിയേറ്റീവ് ആണ്. അപ്പോൾ അതെന്തായി, സെമി ഗ്രൂപ്പായി. ഇനി മൂന്നാമത്തെ നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഐഡന്റിറ്റി ആണ്. ഏത് നമ്പറിനോട് കൂടിയും ഏതൊരു ഇൻറ്റിജർ എടുത്തിട്ടും അതിനോട് 0 കൂട്ടിയാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, n തന്നെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഏതാണ്, 0 ആണ്. അപ്പോൾ ഐഡന്റിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് മോണോയിഡ് ആയി. ഓക്കെ, അതുപോലെ a + b = b + a ആണ്. അല്ലെ, ഏത് 2 നമ്പർ എങ്ങനെ വേണം നമുക്ക് കൂട്ടാലും, a + b കൂട്ടിയാലും b + a കൂട്ടിയാലും സെയിം ആണ്. അപ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ് ആണ് എന്ന് പറയാം. അതുപോലെ കമ്മ്യൂട്ടേറ്റീവ് സെമി ഗ്രൂപ്പുമാണ്, അല്ലെങ്കിൽ അബീലിയൻ സെമി ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ അബീലിയൻ മോണോയിഡ് ആണ് എന്നും കൂടി നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്. mn of z എന്ന് വെച്ചാൽ മെട്രിക്സുകളാണ്, n/n മെട്രിക്സുകൾ എടുക്കുക. പക്ഷെ അതിൻ്റെ എൻട്രീസ് എല്ലാം ഇൻഡിജേഴ്സ് ആണ്, പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഇൻഡിജർ എൻട്രീസ് എടുക്കുക. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, mn of z എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതും നമുക്ക് പറയാൻ പറ്റും, അതും ഒരു കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ് ആണെന്ന് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഇങ്ങനെ ആലോചിക്കാം, 3 ഇപ്പം നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്താൽ മതി. ഫസ്റ്റ് വൺ, ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്നാണ് നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, 2 മെട്രിക്സ് എടുക്കുന്നു, 2 മെട്രിക്സുകൾ തമ്മിൽ നമ്മൾ കൂട്ടുന്നു. ഇൻഡിജർ എൻട്രീസ് വരുന്ന 2 മെട്രിക്സ് കൂട്ടിയാൽ എന്ത് തന്നെ കിട്ടുക, തീർച്ചയായിട്ടും ഇൻഡിജർ മെട്രിക്സ് തന്നെ കിട്ടും. അപ്പോൾ അത് ബൈനറി ഓപ്പറേഷൻ ആണ്, അഡീഷൻ ആണ്. യൂഷ്വൽ മെട്രിക്സ് അഡീഷൻ ആണ് ഓപ്പറേഷൻ കേട്ടോ, ഇത് ഓർക്കണം, മെട്രിക്സ് അഡീഷൻ ആണ് ഓപ്പറേഷൻ. അതുപോലെ അത് അസോസിയേറ്റീവ് ആണ്, റൈറ്റ്, അസോസിയേറ്റീവ് ആണ്, പ്രശ്നമൊന്നുമില്ല. മെട്രിക്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. മൂന്നാമത്തേത് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഏത് മെട്രിക്സിനോട് കൂടി നമ്മൾ കംപ്ലീറ്റ് 0 മെട്രിക്സ് കൂട്ടിയാൽ നമുക്ക് അതേ മെട്രിക്സ് തന്നെ കിട്ടില്ലേ, കിട്ടും. അപ്പോൾ ഈ നൾ മെട്രിക്സ് അല്ലെ 0 മെട്രിക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഐഡന്റിറ്റി. അപ്പോൾ 3 കണ്ടീഷൻ ആയില്ലേ, ബൈനറി ആണ്, അസോസിയേറ്റീവ് ആണ്, ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മോണോയിഡ് ആയി. ഇനി 2 മെട്രിക്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൂട്ടും. a + b എന്ന് വെച്ചാലും b + a എന്ന് പറഞ്ഞാലും സെയിം ആണ്, റൈറ്റ്. അപ്പോൾ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, 0 മെട്രിക്സ് ആണ്. അതുപോലെ 2 മെട്രിക്സ് a + b എടുത്താലും b + a എടുത്താലും നമുക്ക് സെയിം ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 4 കണ്ടീഷൻ ശരിയായില്ലേ, ബൈനറി ആയി, അസോസിയേറ്റീവ് ആയി, അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്, കമ്മ്യൂട്ടേറ്റീവ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ് ആണ് എന്ന് പറയാം. ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് തേർഡ് എക്സാമ്പിൾ, മോണോയിഡിന്റെ എക്സാമ്പിൾ. ഓൾറൈറ്റ്, അടുത്ത് ഇതുപോലെ ഒരു ഓൾജിബ്രായിക് സിസ്റ്റം നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കും. എന്നിട്ട് അതിൻ്റെ പവേഴ്സ് എന്താണെന്നുള്ളതാണ്. ഒരു എലമെന്റ് എടുത്ത് അതിൻ്റെ പവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ഒരു മോണോയിഡ് ആണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കും. മോണോയിഡ് ആണ്, ഐഡന്റിറ്റി ഉണ്ട് എന്ന് അതിനർത്ഥം. ഐഡന്റിറ്റി ഉണ്ട്, അസോസിയേറ്റീവ് ആണ്, സ്റ്റാർ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഐഡന്റിറ്റി കിട്ടും. a⁴ a എന്ന് വിളിക്കും. a² = a*a എന്നാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ ഏതാണോ അതാണ്. a² നമ്മൾ വിളിച്ചാൽ a*a ആണ്, a³ എന്ന് വെച്ചാൽ a*a ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ n+ എടുക്കുന്നു, അല്ലെങ്കിൽ n എടുക്കാം. എന്നു വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് n+, 1, 2, 3, 4 എന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് നമ്മളിപ്പോൾ 2³ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 എന്ന് എഴുതരുത്. 2³ എന്ന് വെച്ചാൽ ആസ് പെർ ഡെഫിനിഷൻ ഇവിടുത്തെ അഡീഷൻ ആണ്. അപ്പോൾ അതിനർത്ഥം 2 + 2 + 2 എന്നാണ്. അപ്പോൾ 6 എന്നാണ് കിട്ടുക. ഇതാണ് എൻ്റെ വ്യത്യാസം. 2³ നമ്മൾ സാറിന് പഠിച്ചേക്കുന്ന 8 എന്ന് എഴുതരുത്. ഞാൻ 2³ അല്ല ഇത്. കാരണം ഇവിടെ 2³ എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ ഏതാണോ ആ ബൈനറി ഓപ്പറേഷൻ വെച്ചിട്ട് എഴുതണം. അപ്പോൾ 2 + 2 + 2 6 ആണ് നമ്മുടെ ഓപ്പറേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, ആൻഡ് എന്താണ് സൈക്ലിക് മോണോയിഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതുപോലുള്ള ചില മോണോയിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
ആ മോണോയിഡിനകത്തുള്ള ഏത് എലമെന്റിനെയും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെന്റിന്റെ പവറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ സൈക്ലിക് മോണോയിഡ് എന്ന് വിളിക്കുക. അതായത് എ സൈക്ലിക് മോണോയിഡ് ഈസ് എ മോണോയിഡ് ഇൻ വിച്ച് എവറി എലമെന്റ് ഓഫ് എം, ആ മോണോയിഡിലുള്ള ഏത് എലമെന്റ് എടുത്താലും ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം പവേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ എലമെന്റ്. ഓക്കെ, ഈ എലമെന്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ജനറേറ്റർ. അപ്പോൾ ഈ ഒരൊറ്റ എലമെന്റ് കൊണ്ട് അതിനകത്തുള്ള എല്ലാ എലമെന്റിനും നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് ഇത് തന്നെ എടുത്ത് നോക്കാം, n പ്ലസ് തന്നെ എടുത്ത് നോക്കാം. ഓക്കെ, n പ്ലസ് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്ലിക് മോണോയിഡ് ആണ് n പ്ലസ്. കാരണം എന്താണെന്നറിയോ, ഇതിനകത്തുള്ള ഏത് എലമെന്റ്, ഏത് ഇൻറ്റിജർ നിങ്ങൾ എടുത്താലും ഈ ഇൻറ്റിജർ എന്ന് പറയുന്നത് 1⁻n ആണെന്ന് പറയാം. അപ്പോൾ ഓപ്പറേഷൻ അഡീഷൻ ആണ്. 1⁻n എന്ന് വെച്ചാൽ എന്താ മീനിങ്? 1+1+ എക്സെട്രാ +1 അല്ലെ, n ടൈംസ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n എന്ന് കിട്ടും. അപ്പോൾ ഏത് നമ്പർ എടുത്താലും 1ന്റെ പവറായിട്ട് നമുക്ക് അതിനെ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ 2 എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. അത് 1² എന്ന് എഴുതിയാൽ മതി. 1² എന്ന് വെച്ചാൽ 1+1 2 ആണ്. 3 എങ്ങനെ കിട്ടും? 1³ എടുത്താൽ മതി. 1+1+1 3 ആണ്. അങ്ങനെ എന്നിലുള്ള എല്ലാ എലമെന്റിനെയും നമുക്ക് ഏതുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും? 1 കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്? അപ്പോൾ നമുക്ക് പറയാം n is generated by 1 എന്ന് എഴുതും. ഇങ്ങനെ തന്നെ എഴുതാം, n is generated by 1. അപ്പോൾ n എന്ന് പറയുന്ന ഒരു സൈക്ലിക് മോണോയിഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മോണോയിഡ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ എലമെന്റ് കൊണ്ട് അതിനകത്തുള്ള എല്ലാ എലമെന്റും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സൈക്ലിക് മോണോയിഡുകൾ എപ്പോഴും ഒരു അബീലിയൻ ആയിരിക്കും. അതായത് ഇപ്പോൾ A*B എടുത്താലും B*A എടുത്താലും സെയിം ആയിട്ട് വരുന്നതാണ് അബീലിയൻ മോണോയിഡ്. സൈക്ലിക് മോണോയിഡ് എല്ലാം എപ്പോഴും അബീലിയൻ മോണോയിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനൊരു കാരണം ഇതാണ്, നമ്മൾ അതിനകത്ത് ഏതെങ്കിലും എലമെന്റ് എടുക്കുക, എക്സ് എടുക്കുക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു a⁴m ആയിരിക്കുമല്ലോ. ഓക്കെ, ഇതൊരു പ്രൂഫാണ്. സൈക്ലിക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണം ചോദിക്കാം. എവറി സൈക്ലിക് മോണോയിഡ് ഈസ് ആൻ അബീലിയൻ മോണോയിഡ്, വൈ എന്ന് ചോദിച്ചാൽ ഓക്കെ, ഇവിടെ മുതൽ തുടങ്ങുക ആൻസർ ആയിട്ട്. ഫോർ എനി xy ബിലോങ്സ് ടു m വി ഹാവ്, എക്സിനെ നമുക്ക് സൈക്ലിക് മോണോയിഡ് അല്ലേ, അപ്പോൾ ആ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എയുടെ സം പവറായിട്ട് എഴുതാൻ പറ്റും. വൈ എങ്ങനെ എഴുതാൻ പറ്റും? എയുടെ സം പവറായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ് x*y? x*y എന്ന് പറയുന്നത് a⁴m സ്റ്റാർ a⁴n ആണ്. ഡെഫിനേഷൻ അനുസരിച്ച് അത് a⁴m+n ആണ്. ഇനി തിരിച്ചെഴുതാം a⁴n+m, ദാറ്റ് ഈസ് a⁴n സ്റ്റാർ a⁴m എന്ന് എഴുതാം. ദാറ്റ് ഈസ് y സ്റ്റാർ x എന്ന് എഴുതാം. അപ്പോൾ x*y എന്തായിട്ട് മാറി? y സ്റ്റാർ x ആയിട്ട് മാറി. അപ്പോൾ അത് അബീലിയൻ ആണെന്ന് കിട്ടി. അതല്ലേ അബീലിയൻ്റെ ഡെഫിനേഷൻ, അല്ലെ കമ്മ്യൂട്ടേറ്റിവിറ്റി ഡെഫിനേഷൻ. x*y = y സ്റ്റാർ x ആണെന്നാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി ഡെഫിനേഷൻ. ഓക്കെ, അപ്പോൾ സൈക്ലിക് മോണോയിഡ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? അബീലിയൻ ആയിരിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് സൈക്ലിക് മോണോയിഡ്. ഓൾറൈറ്റ്, അടുത്തത് ഇതിനൊരു ഒരു സ്പെസിഫിക് ആയിട്ട് വേറെ ഒരു എക്സാമ്പിളും കൂടി നമ്മൾ പറയുകയാണ്. ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇവിടുത്തെ എക്സാമ്പിൾ ഇതാണ്. എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുകയാണ്. എസ് എന്ന് പറയുന്ന ഒരു സെറ്റ്. അപ്പോൾ ഈ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ കഥകൾ മൊത്തം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 0 0 0 1 0 2 എക്സെട്രാ 99 വരെയുള്ള എല്ലാ 2 ഡിജിറ്റ് നമ്പേഴ്സും എടുക്കുക. ഓക്കെ, 1നെ 0 0 എന്ന് എഴുതുക, 0 1 0 2 എക്സെട്രാ 99 വരെയുള്ള മൊത്തം 100 നമ്പേഴ്സ് വരും അല്ലേ. 100 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇതിനകത്തേക്ക് ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുക. നമ്മുടെ ബൈനറി ഓപ്പറേഷൻ എന്താണെന്ന് അറിയാമോ? ബൈനറി ഓപ്പറേഷൻ ഇതാണ്. ഏതെങ്കിലും 2 നമ്പർ എടുക്കുക. ഞാനിപ്പോൾ എടുക്കുന്നത് 8*9 ആണെന്ന് വിചാരിച്ചാൽ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 കിട്ടും. അപ്പോൾ 72 തന്നെ ആയിരിക്കും ആ നമ്പർ. അത് അതിനകത്തുള്ള നമ്പറാണല്ലോ, എസിലെ നമ്പറാണ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് വേറെ നമ്പർ എടുക്കുക. ഇപ്പോൾ 10 എന്ന് പറയുന്ന ഒരു നമ്പറും 11 എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 1110 എന്ന് കിട്ടും, 110 എന്ന് കിട്ടും. പക്ഷേ ഈ 110 എസിലില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 10 അല്ല, സോറി, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് നോക്കും. അപ്പോൾ 100 എന്ന് കിട്ടും, റിമൈൻഡർ നമുക്ക് 10 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് 10 ആയിരിക്കും അതിനകത്ത് ഉണ്ടാകും. എന്ന് വെച്ചാൽ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, അവസാനത്തെ 2 ഡിജിറ്റ് ആയിരിക്കും ഇതിനകത്ത് വരിക. അത്രയുള്ള അതിൻ്റെ മീനിങ്. ഇപ്പോൾ 8 × 79 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 632 ആണ്. അത് ഈ 32 ആയിരിക്കും ഇതിനകത്ത് വരിക. അത്രയും മീനിങ് ഉള്ളൂ. അപ്പോൾ അതാണ് ഓപ്പറേഷൻ. ഓക്കെ, ഇപ്പോൾ 0 0 മുതൽ 99 വരെയുള്ള നമ്പറാണ് സെറ്റ്. ഏത് 2 നമ്പർ എടുത്ത് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഏത് 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്ന നമ്പറിൻ്റെ അവസാനത്തെ 2 ഡിജിറ്റ് മാത്രമായിരിക്കും എസിൽ എഴുതേണ്ടത്. അപ്പോൾ അതാണ് ബൈനറി ഓപ്പറേഷൻ. ക്ലിയർ ആയല്ലോ.
അപ്പോൾ നമുക്ക് പറയേണ്ട ഇതാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. ഷോ ദാറ്റ് എസ് സ്റ്റാർ ഈസ് ആൻ അബീലിയൻ മോണോയിഡ്. ഇതൊരു അബീലിയൻ മോണോയിഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അബീലിയൻ മോണോയിഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം 4 കണ്ടീഷൻ വേണം. സ്റ്റാർ ബൈനറി ആണെന്ന് കാണിക്കണം, അസോസിയേറ്റീവ് ആണെന്ന് കാണിക്കണം, ഐഡന്റിറ്റി ഉണ്ടെന്ന് കാണിക്കണം, ആൻഡ് അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് കാണിക്കണം. അപ്പോൾ ഇത്രയും അബീലിയൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് കാണിക്കണം. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കേണ്ടത്. ഐഡന്റിറ്റി ആണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ 7 എന്ന് പറയുന്നത് 0, 7 കൊണ്ട് നമ്പർ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് മോണോയിഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണ്, അങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുക. ഫസ്റ്റ് പാർട്ട് നമുക്ക് വേണ്ട, ഇവിടെ പോലെ നോക്കിയാൽ മതി. അസോസിയേറ്റീവ് ആണോ എന്ന് ആദ്യം നോക്കണം. ഏതെങ്കിലും ആർബിട്രറി 3 എലമെന്റ് എടുക്കുക. 8 × 13 × 84, 8 × 13 × 84. അപ്പോൾ ഇത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 13 × 8, 13 × 8 വലിയ നമ്പറായി കിട്ടുക. അതിൻ്റെ അവസാനത്തെ 2 ഡിജിറ്റ് 04 ആയിരിക്കും. പിന്നെ 04 × 84 എടുക്കുമ്പോൾ വലിയൊരു നമ്പർ കിട്ടും. അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് 32 ആയിരിക്കും, 36 ആയിരിക്കും. അതുപോലെ 13 ഉം 84 എടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവസാനത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 92 ആയിരിക്കും. അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു നമ്പർ കിട്ടും. അതിൻ്റെ അവസാനത്തെ 2 ഡിജിറ്റ് 36 ആയിരിക്കും. അപ്പോൾ അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ? ഇത് ഏത് 2 നമ്പർ എടുത്താലും ശരിയാവും. ഇവിടെ ഞാൻ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിവേ, അപ്പോൾ ഇത് അസോസിയേറ്റീവ് ആയി. ഓക്കെ, ഇനി ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഏതാണെന്ന് നോക്കണം. ഐഡന്റിറ്റി എലമെന്റ്, ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0, 1 ആയിരിക്കും. കാരണം 0, 1 സ്റ്റാർ എനി എലമെന്റ്, എസിനകത്തുള്ള ഏത് എലമെന്റ് നമ്മൾ എടുത്താലും 0, 1 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് തന്നെ കിട്ടുക അല്ലേ? ഇതിനകത്തുള്ള ഏത് എലമെന്റ്, ഇപ്പോൾ XY എന്ന് പറയുന്ന എലമെന്റ് എടുക്കാമെന്നായിരിക്കും. മൾട്ടിപ്ലൈ നമുക്ക് എന്ത് തന്നെ കിട്ടും? XY തന്നെ കിട്ടും അല്ലേ? യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 1 കൊണ്ട് മൾട്ടിപ്ലൈ അതേ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ 1 ആണ് എന്ത്? 0, 1 ആണ് നമ്മൾ ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഐഡന്റിറ്റി ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ എന്താണെന്ന് കിട്ടി? മോണോയിഡ് ആണെന്ന് കിട്ടി. ഓക്കെ, മോണോയിഡ് ആണ്. അതുപോലെ അത് കമ്മ്യൂട്ടേറ്റീവും കൂടിയാണെന്ന് പറയാൻ പറ്റും. ഇതിപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്താലും 8 × 13 എടുത്താലും 13 × 8 എടുത്താലും നമുക്ക് 36 തന്നെ കിട്ടും. അപ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. അതെന്താണ്? ഒരു അബീലിയൻ മോണോയിഡ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി 7 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് മോണോയിഡും കൂടി ഏതാണെന്ന് കണ്ടുപിടിക്കണം. 7 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് മോണോയിഡ്, റൈറ്റ്? അപ്പോൾ 7 കൊണ്ട് ജനറേറ്റ് സൈക്ലിക് മോണോയിഡ്, ആദ്യം 7 ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും 7 ആദ്യം ഉണ്ട്, 7⁻1. അപ്പോൾ 7 എന്തായാലും ഉണ്ട്. ഇനി 7 സ്ക്വയർ എടുക്കണം. 7 സ്ക്വയർ എന്ന് വെച്ചാൽ 7 × 7 ആണല്ലേ? അപ്പോൾ 49 കിട്ടും, അത് അതിനകത്തുണ്ട്. 7 ക്യൂബ് എടുക്കുക. അപ്പോൾ 49 × 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ കിട്ടും. അതിൻ്റെ അവസാനത്തെ 2 ഡിജിറ്റ് 43. 7⁻4 എടുക്കണം. അപ്പോൾ ഈ 43 7 കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ട് മതി. കാരണം ഇത് 7 ക്യൂബ് × 7 അല്ലേ? 7 ക്യൂബ് 43 ആണ്. അപ്പോൾ 43 × 7 എടുക്കുക. അപ്പോൾ 0, 1 കിട്ടും. അടുത്തത് 7⁻5 എന്ന് വെച്ചാൽ 0, 1 × 7, 7 തന്നെ കിട്ടും. 7⁻6, 7 × 7 എന്ന് കിട്ടും, 49 എന്ന് കിട്ടും. റൈറ്റ്? 49 ഓൾറെഡി നമുക്ക് കിട്ടിയല്ലോ, 49. പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, റൈറ്റ്? അപ്പോൾ നമുക്കിവിടെ ഡിഫറെൻ്റ് ആയിട്ട് കിട്ടുന്ന എലമെന്റ്സ് ഒന്ന് 7 ആണ്, പിന്നെ ഒന്ന് 49 ആണ്, പിന്നെ 43 ആണ്, പിന്നെ 1 ആണ്. 7 ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇത് 4 കിട്ടുള്ളൂ. 7, 49, 43 ആൻഡ് 01, റൈറ്റ്? ഇത് 4 എലമെന്റ്സേ നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കി ഇനി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് തുടങ്ങിയല്ലോ. 5th പവർ എടുക്കുമ്പോൾ വീണ്ടും 7 കിട്ടും, 6th പവർ എടുക്കുമ്പോൾ 49 കിട്ടും, 7th പവർ എടുക്കുമ്പോൾ വീണ്ടും 43, വീണ്ടും 01. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഇതാണ് അതിൻ്റെ ഓർഡർ. 7, 49, 43, 01. വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. 7, 49, 43, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആക്ച്വലി ഏത് എലമെന്റ്സ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ? ഈ 4 ഡിഫറെൻറ്റ് എലമെന്റ്സ് അതിനകത്ത് ഫോം ചെയ്യുന്നുള്ളൂ. അപ്പോൾ 7 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് മോണോയിഡ് എന്ന് പറയുന്നത് 7 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് മോണോയിഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് 4 എലമെന്റ് ഉള്ള ഒരു ഫൈനൈറ്റ് സൈക്ലിക് മോണോയിഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ പ്രോബ്ലം. ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടതാണ് n+0, n+ അല്ലേ? ഇതൊരു ഇൻഫിനിറ്റ് സൈക്ലിക് മോണോയിഡ് ജനറേറ്റഡ് ബൈ 1 ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ കണ്ടതാണ്. എന്നിനകത്തുള്ള ഏത് എലമെന്റ് എടുത്താലും, എന്നിനകത്തൊരു ആർബിട്രറി എലമെന്റ് n എടുത്തു കഴിഞ്ഞാൽ ഈ n-നെ നമുക്ക് 1⁻n എന്ന് പറയാം. 1 എന്ന് വെച്ചാൽ 1 + 1 + എക്സെട്ര +1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതൊരു സൈക്ലിക് മോണോയിഡ് ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്, ഐഡന്റിറ്റി 0 ആണ് അല്ലേ? നമുക്ക് പറയാൻ പറ്റും. ഇനി ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ മോണോയിഡിനെ കുറിച്ചുള്ള ചോദ്യം. ഓക്കെ,
ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദിസ് സെക്കൻഡ് വൺ, ദിസ് ഇസ് ദ തേർഡ് വൺ. ഓക്കെ, ഈ പ്രോബ്ലം നോക്കൂ. n സ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ് ആണോ എന്നാണ് ചോദ്യം. ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ് ആണോ എന്നാണ് ചോദ്യം. എക്സ് സ്റ്റാർ ബൈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മാക്സിമം എടുക്കാനാണ് പറയുന്നത്. ഇപ്പൊ രണ്ട് നമ്പറിന്റെ മാക്സിമം എടുക്കുക എന്നുള്ളതാണ് ഇവിടെ സ്റ്റാർ ഓപ്പറേഷൻ, ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എന്നിനകത്ത് അറിയാമല്ലോ 1 2 3 4 ആണുള്ളത്. ഇപ്പോൾ 1 സ്റ്റാർ 2 എന്ന് വെച്ചാൽ ഇവിടുത്തെ മാക്സിമം എടുക്കുക, 2 എടുക്കുക. 3 സ്റ്റാർ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എടുക്കുക. അപ്പോൾ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് ഓപ്പറേഷൻ. അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് ആണോ എന്നുള്ളതാണ്. അസോസിയേറ്റീവ് ആണോ നോക്കണം, റൈറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് സ്റ്റാർ വൈ സ്റ്റാർ റിസൾട്ട് നോക്കുക എന്ന് വിചാരിക്കും. എക്സ് സ്റ്റാർ വൈ സ്റ്റാർ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ എക്സ് വലുത്. അപ്പോൾ ഈ എന്നതിൽ പ്രത്യേകം ഏത് 3 നമ്പർ എടുത്താലും അതിനൊരു ഓർഡറിങ് നമുക്ക് കൊടുക്കാൻ പറ്റും, ശരിയല്ലേ? ഏത് 3 നമ്പർ എടുത്താലും 1 is greater than the other one is greater than the other one നമുക്ക് പറയാൻ പറ്റുമല്ലോ. എക്സ് ഗ്രേറ്റ്, അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഏറ്റവും വലിയ നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കുക, വൈ ആൻഡ് ഇസഡ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ എക്സ് സ്റ്റാർ വൈ സ്റ്റാർ ഇസഡ് എടുത്താൽ സി വൈ സ്റ്റാർ ഇസഡ് എന്ന് വെച്ചാൽ ഇതിനകത്തെ മാക്സിമം ഏതാണ്? വൈ ഇസഡിലെ മാക്സിമം ഏതാണ്? തീർച്ചയായിട്ടും വൈ ആണ്. അപ്പോൾ നമ്മൾ വൈ എന്ന് എടുത്തു. അപ്പോൾ എക്സ് സ്റ്റാർ വൈ എന്ന് കിട്ടി. എക്സ് സ്റ്റാർ വൈയിലെ മാക്സിമം ഏതാണ്? എക്സ് സ്റ്റാർ വൈ എന്ന് വെച്ചാൽ മാക്സിമം ഓഫ് എക്സ് ആൻഡ് വൈ എന്നാണ്. അതിന് മാക്സിമം ഏതാണ്? എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി തിരിച്ചെടുത്ത് നോക്കുക. എക്സ് സ്റ്റാർ വൈ ആദ്യം എടുക്കുക. എക്സിലെയും വൈയുടെയും മാക്സിമം എക്സ് എന്ന് കിട്ടും, റൈറ്റ്. മാക്സിമം ഓഫ് എക്സ് വൈ അത് എക്സ് എന്ന് കിട്ടും. ദെൻ ആ എക്സ് സ്റ്റാർ ഇസഡ് എടുക്കുക, എക്സും സ്റ്റാർ ഇസഡ്. അപ്പോൾ ഇതിനകത്തെ മാക്സിമം ഏത് നോക്കും? ഇതിനകത്തെ മാക്സിമം ഏതാണ്? എക്സിൻ്റെയും ഇസഡിൻ്റെയും മാക്സിമം ഏതാണ്? അത് എക്സ് ആണ് അല്ല. അപ്പോൾ രണ്ടും എക്സ് എന്ന് കിട്ടി. അപ്പോൾ അസോസിയേറ്റീവ് ആണെന്ന് കിട്ടി. എക്സ് സ്റ്റാർ വൈ സ്റ്റാർ ഇസഡ്, എക്സ് സ്റ്റാർ വൈ സ്റ്റാർ ഇസഡ് രണ്ടും എന്തെന്ന് കിട്ടി? എക്സ് എന്ന് കിട്ടി. അപ്പോൾ അസോസിയേറ്റീവ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്തു, അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി സീറോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇല്ല, റൈറ്റ്. സീറോ എന്ന് പറഞ്ഞ എലമെന്റ് എന്നിനകത്ത് ഇല്ല. അപ്പോൾ സീറോ, ഓക്കെ, ഇവിടെ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് n ബിലോങ് ടു 0 എന്നാണ് ഇവിടെ പ്രോബ്ലം. അപ്പോൾ എന്നിനകത്ത് 0 കൂടി ഉണ്ടെന്ന് വരും. അപ്പോൾ n is equal to 0 1 2 etc ഇങ്ങനെ എടുക്കേണ്ടി വരും. ഓക്കെ, 0 കൂടി എടുക്കുന്ന ആണ് ഇവിടെ n എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. 0 കൂടി ഉള്ളതാണ് n എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 0 തീർച്ചയായിട്ടും എന്നിനകത്ത് ഉണ്ട്. അതാണ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയാം. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഏത് എലമെന്റിന്റെ എക്സ് സ്റ്റാർ 0 എന്ന് വെച്ചാൽ എന്താണ്? മാക്സിമം ഓഫ് 0 ആൻഡ് എക്സ് എന്നാണ്. അതിപ്പോഴും എന്ത് കിട്ടും? എക്സ് തന്നെ കിട്ടും, ശരിയല്ലേ? അപ്പോൾ 0 എന്ന് പറയുന്നതായിരിക്കും അഡിറ്റീവ് ഐഡന്റിറ്റി. ഇവിടുത്തെ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല, മാക്സിമം ആണ് നമ്മുടെ ഓപ്പറേഷൻ. അപ്പോൾ എക്സ് സ്റ്റാർ 0 എന്ന് പറയുന്നത് എപ്പോഴും എക്സ് കിട്ടും, കാരണം 0 എപ്പോഴും ചെറുതാണല്ലോ. എക്സ് തന്നെ കിട്ടും. അപ്പോൾ 0 ആണ് ഐഡന്റിറ്റി. അപ്പോൾ മോണോയിഡ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എക്സ് സ്റ്റാർ വൈ എന്ന് വെച്ചാൽ എന്താണ്? മാക്സിമം ഓഫ് എക്സ് വൈ എടുത്താലും മാക്സിമം വൈ എക്സ് എടുത്താലും സെയിം ആണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ എല്ലാം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറയാം 4 കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? n പ്ലസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് പ്രൂവ്. അപ്പോൾ ഏത് പ്രോബ്ലം തന്നാലും നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. അതായത് കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് അസോസിയേറ്റിവിറ്റി ഉണ്ടോ എന്ന് നോക്കണം, ഐഡന്റിറ്റി ഉണ്ടോ എന്ന് നോക്കണം, കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഈ 3 പ്രോപ്പർട്ടി ആസ് പെർ ഡെഫിനേഷൻ, ആ സ്റ്റാർ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ഈ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് മാത്രം നമ്മൾ വെരിഫൈ ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ n സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഇനിയിപ്പോൾ സബ് ഗ്രൂപ്പ്, സബ് സെമി ഗ്രൂപ്പും സബ് മോണോയിഡും ആണുള്ളത്. നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.